തിരുവചനം തിരുവചനം. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക, ഒരുവൻ എന്തിന് കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതനാകണം? അത് വേണമോ വേണ്ടയോ? പ്രിയപ്പെട്ടവരെ, ദൈവവേല എന്ന് പറയുന്നത് എൻ്റെ സമയത്തിനും സൗകര്യത്തിനുമൊക്കെ അപ്പുറത്ത് എക്സ്ട്രാ എന്തെങ്കിലും കുറച്ചുകൂടി എൻ്റെ കർത്താവിനെ സ്നേഹിക്കാൻ ഞാൻ എന്ത് ചെയ്താലും അത് ദൈവരാജ്യ വേലയിൽ ഉൾപ്പെടുന്നത് തന്നെയാണ്. തിന്നുകയോ കുടിക്കുകയോ വേല ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ പ്രവർത്തിക്കുകയോ എന്ത് ചെയ്താലും കർത്താവിൻ്റെ വേലയിൽ എന്നതുപോലെ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും പറ്റുമെന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക, കർത്താവിൻ്റെ വേലയിൽ ഞാൻ വ്യാപൃതയാകുമ്പോൾ കർത്താവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നോ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ ഞാൻ ചെയ്താലും എനിക്ക് കിട്ടുന്ന കുറച്ചധികം അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്, സ്വർഗം എനിക്ക് തരുന്ന ചില അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഈ മണിക്കൂറിൽ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുക. നമ്മൾ കാണും മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായം 11 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുകയാണ് കർത്താവിൻ്റെ മാമോദിസായെക്കുറിച്ച്. ഈശോ ജ്ഞാനസ്നാനം സ്വീകരിക്കാനായി ജോർദാൻ നദിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു സമയം. നമുക്കെല്ലാം കാണാപ്പാഠമായ വചനം, സ്വർഗം തുറക്കപ്പെടുന്നു, ആത്മാവ് പ്രാവൻ രൂപത്തിൽ അവിടുത്തെ മേൽ എഴുന്നള്ളി വരുന്നു, സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതയാകുന്ന എനിക്ക് എന്ത് ലഭിക്കുമെന്ന് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചാൽ, ആദ്യമേ തന്നെ കർത്താവ് വചനത്തിലൂടെ നമ്മോട് പറയുകയാണ്, പിതാവിൻ്റെ രാജ്യം മനുഷ്യ മക്കളുടെ ഇടയിൽ സ്ഥാപിച്ചു കൊടുക്കാൻ സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഈശോ തൻ്റെ ദൈവരാജ്യ കർമ്മം പൂർത്തിയാക്കാൻ ആരംഭം കുറിക്കുന്ന ആ സമയം തന്നെ സ്വർഗം അവിടുത്തേക്ക് ഒരു ഒപ്പുവെക്കുകയുണ്ടായി. പിതാവിൻ്റെ സ്വരം വ്യക്തമായി കേൾക്കുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, യു ആർ മൈ ബിലൗഡ് സൺ. പ്രിയപ്പെട്ട ദൈവജനമേ, ഞാനും നിങ്ങളും എൻ്റെ ഈശോയുള്ള സ്നേഹത്തെ പ്രതി എന്ത് ചെയ്താലും ആ പ്രവൃത്തികൾക്കുള്ളിൽ ഞാനൊരു സ്വരം കേൾക്കാൻ എനിക്ക് പറ്റണം, നീ എൻ്റെ പ്രിയപുത്രൻ, നീ എൻ്റെ പ്രിയപുത്രി. ദൈവരാജ്യ വേല ചെയ്യുന്ന ഓരോ മനുഷ്യരുടെയും ചെവികളിൽ ഇങ്ങനെയൊരു സ്വരം കേൾക്കാൻ പറ്റിയാൽ ആ ജീവിതത്തിന് അനുഗ്രഹവും അർത്ഥവുമുണ്ടെന്ന് വ്യക്തമാണ്. അപ്പോൾ ദൈവരാജ്യ വേല ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടുമെന്ന ചോദ്യത്തിന് ഒന്നാമതായി എൻ്റെ മനസ്സിലും, നീ എന്തിനിങ്ങനെ സമയം പാഴാക്കുന്നു, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ചില വ്യക്തികളെങ്കിലുമൊക്കെ ജോലി രാജിവെച്ച് ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ അവരെ നോക്കി പുച്ഛിക്കുന്ന അനേകം ജീവിതങ്ങളോട് തിരിച്ചു പറയാൻ ഒരു ഉത്തരം മനസ്സിലുണ്ടാവട്ടെ. എനിക്ക് എൻ്റെ ശുശ്രൂഷ മേഖലകളിൽ നീ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറയുന്ന സ്വർഗത്തിൻ്റെ സ്വരം കേൾക്കാൻ എനിക്ക് പറ്റണം, അതിനു വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഏതാനും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കാം. ദൈവരാജ്യ വേലയിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് സ്വർഗം തരുന്ന ഒന്നാമത്തെ അനുഗ്രഹങ്ങളിൽ ഒന്ന്, എനിക്ക് ആത്മീയ വരങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നതാണ്. ആത്മീയ വരങ്ങളിൽ വളരുവാൻ സ്വർഗം എനിക്ക് ഒരു കൃപ കൂടുതലായി തരാൻ തുടങ്ങും. എൻ്റെ കുടുംബജീവിതവും അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ കാര്യങ്ങളും നോക്കി മാത്രം ഞാൻ ജീവിതം മുന്നോട്ട് പോകുന്നതിനപ്പുറത്ത് എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യാൻ, കർത്താവിനെ പ്രതി എന്തെങ്കിലും ചെയ്യാൻ ഞാൻ തുനിയുമ്പോൾ കർത്താവ് എനിക്ക് ആദ്യമായി തരുന്ന അനുഗ്രഹത്തിലൊന്നാണ് ആത്മീയ വരങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൂടുതലായി പ്രകാശിക്കപ്പെടാൻ, പ്രദർശിക്കപ്പെടുവാൻ സ്വർഗം അനുവദിക്കും എന്നതാണ്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ കർത്താവ് വ്യക്തമായി ശ്ലീഹായിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച്, വരങ്ങളെക്കുറിച്ച് എല്ലാം. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെയും വരങ്ങളെയും കുറിച്ച് പറഞ്ഞു വെച്ചിട്ട് 12 മുതൽ വചനങ്ങളിൽ ഒരു ശരീരവും പല അവയവങ്ങളെയും കുറിച്ചാണ് പറയുക. ഒരു ശരീരവും പല അവയവങ്ങളുമുള്ള നമ്മുടെ ശരീരം അതൊന്നിച്ചു നിൽക്കുമ്പോഴാണ്, ഓരോ അവയവങ്ങളും അതിൻ്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫങ്ഷൻസ് ശരിയായി നടക്കുക, കാര്യങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഓരോ വ്യക്തിയും ആത്മീയ വരങ്ങളിൽ മുന്നിട്ട് നിന്ന് ഒരുമിച്ച് നിന്നാൽ ഈ ആത്മീയ വരങ്ങളുടെ
ഒരു ഇരട്ടിപ്പ് നമ്മുടെ ജീവിതങ്ങളിൽ കാണാൻ നമുക്ക് പറ്റും. ശുശ്രൂഷ മേഖലകളിലേക്ക് ഇറങ്ങുന്ന ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് എന്നെ എവിടേക്ക് കൊണ്ടുപോയി വെക്കുന്നോ അവിടെ ഞാൻ ആയിരുന്നു കൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിൽ ഞാൻ വ്യാപരിക്കുമ്പോൾ ആത്മീയ വരങ്ങൾ എന്നിൽ മുട്ടിട്ട് വളരാൻ തുടങ്ങും. അതിനുവേണ്ടി തീവ്രമായൊരു ആഗ്രഹം കർത്താവ് എനിക്ക് തരാൻ തുടങ്ങും. ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ തുടങ്ങും. ഒരു വ്യക്തി സംസാരിച്ചത് എൻ്റെ ഓർമ്മയിലുണ്ട്. കർത്താവിനെ ശുശ്രൂഷിക്കാനുള്ള ഒരു ആഗ്രഹം ഒരു വിശുദ്ധ കുർബാന മധ്യേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്, ഒരു പ്രചോദനം വരികയാണ്. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഇങ്ങനെ കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ ഗ്രൂപ്പുകളിലൊക്കെ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴതാ ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ കടന്നു വന്ന് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു. 12 വർഷമായി നീണ്ടു നിന്ന ആ തലവേദന ആ സമയം മുതൽ കർത്താവ് എടുത്തു മാറ്റുകയാണ്. ആ മനുഷ്യൻ ഒത്തിരി സന്തോഷത്തോടെ പറയുക, ഇങ്ങനൊരു വരം എൻ്റെ ഈശോ എനിക്ക് തന്നോ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരാകുമ്പോൾ സ്വർഗത്തിൻ്റെ ചില ആഭരണങ്ങൾ സ്വർഗം എനിക്ക് തരും. ആഭരണങ്ങൾ, അലങ്കാരങ്ങളാണ് വരങ്ങൾ. ഒരു വ്യക്തിയിൽ ദൈവം തരുന്ന അലങ്കാരങ്ങളാണ് വരങ്ങൾ. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ ശരീരത്തെ മോടി പിടിപ്പിക്കാൻ പല വിധത്തിലുള്ള മേക്കപ്പുകളും ആഭരണങ്ങളും ആടയാഭരണങ്ങളും ഒക്കെ നമ്മൾ അണിയിച്ചൊരുക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വർഗം എന്നെ നോക്കിയിട്ട് പറയും, എൻ്റെ ശുശ്രൂഷ മേഖലകളിൽ മനോഹരമാക്കാൻ നിനക്ക് എന്ത് ആടയാഭരണങ്ങളാണ് വേണ്ടത്, അതെല്ലാം നിനക്ക് തരാൻ ഞാൻ തയ്യാറാണ്. നീ ഒരു കാലെടുത്തങ്ങ് വെച്ചാൽ മതി. അങ്ങനെയുള്ള ഒരു ദൈവജനത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് സ്ലീഹന്മാരുടെ കരങ്ങൾ വഴി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ വർഷിക്കപ്പെടുന്നത് കണ്ടു നിൽക്കുന്ന ഒരു ദൈവജനത്തോടാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞു വെക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ചും വരങ്ങളെക്കുറിച്ചും എല്ലാം നിങ്ങൾ അറിവുള്ളവരായിരിക്കണം. 12-ാമത്തെ അധ്യായം 1-ാം വചനം, 1 കൊരിന്ത്യൻസ് 12-ാം അധ്യായം 1-ാം വചനത്തിൽ പറയുകയാണ്, സഹോദരരെ, നിങ്ങൾ ആത്മീയ ദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവരാണെന്ന് ഒരിക്കലും പറയുകയില്ല. യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണം. എന്നിട്ട് 4 മുതലുള്ള വചനങ്ങളിൽ പറയുകയാണ്, ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെയാണ്. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെയാണ്. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാവരിലും പ്രചോദനം തരുന്ന ദൈവം ഒന്ന് തന്നെയാണ്. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്ന പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആത്മീയ വരങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ശുശ്രൂഷ മേഖലകളിലേക്ക് അല്ലെങ്കിൽ ദൈവരാജ്യ വേലകളിലേക്ക് ഒരു അല്പസമയം നീക്കി വയ്ക്കാൻ എനിക്ക് പറ്റിയാൽ ഒന്നാമത്തെ അനുഗ്രഹമായി എൻ്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്നതാണ് ആത്മീയ വരങ്ങൾ എന്ന് പറയുക. രണ്ടാമത്തെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അത്ഭുതങ്ങൾ അനുഭവിക്കാനും സാക്ഷിയാകാനും എനിക്ക് പറ്റും എന്നതാണ്. കർത്താവ് ഈ ലോകത്തിൽ ആയിരുന്ന സമയങ്ങളിൽ ഈശോ ഒരുപാട് അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഈശോ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയപ്പോൾ കണ്ടുനിന്ന ഒരുപാട് ആളുകളുണ്ട്. ഒത്തിരി മക്കളുണ്ട്, പല പല വ്യക്തികൾ വന്ന് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ചിലർ വിമർശിച്ചിട്ടുണ്ട്, ചിലർ ഒത്തിരിയേറെ കർത്താവിനെ പുകഴ്ത്തി സ്നേഹിച്ചിട്ടുണ്ട്, കൂടെ നടന്നിട്ടുണ്ട്. എന്നാൽ ആ കാളുകൾക്കപ്പുറത്തായിരുന്നു ശിഷ്യരുടെ സ്നേഹമെന്നും ശിഷ്യരുടെ സമർപ്പണമെന്നും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ശിഷ്യരെല്ലാം കർത്താവിൻ്റെ അത്ഭുതങ്ങൾ അനുഭവിച്ചു, അത്ഭുതങ്ങൾക്ക് സാക്ഷിയായി മാറി. സാക്ഷി എന്ന് പറയുമ്പോൾ ഒരു പെട്ടെന്ന് കണ്ടുനിന്ന ഒരു സാക്ഷി അല്ലെങ്കിൽ വിറ്റ്നസ് അതല്ല ഉദ്ദേശിച്ചത്, ജീവിതം കൊണ്ട് സാക്ഷിയായി മാറാൻ അവർക്ക് സാധിച്ചു എന്നതാണ്. നമ്മൾ കാണും യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി കാനായിലെ കല്യാണ വിരുന്നിൽ തമ്പുരാൻ ഒരു അത്ഭുതം ചെയ്യുകയാണ്. ഈശോ ഒരു അത്ഭുതം ചെയ്തു അമ്മയുടെ മധ്യസ്ഥം വഴി. അപ്പോൾ നമുക്ക് ആ സംഭവങ്ങളെല്ലാം അറിയാം. വീഞ്ഞില്ല അവർക്ക് എന്ന് പറയുമ്പോൾ കർത്താവ് ചോദിക്കും, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അപ്പോൾ അമ്മ പരിചാരകരോട് പറയും, അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ. അവിടെ കുറേയധികം പരിചാരകർ നിൽപ്പുണ്ടായിരുന്നു. അവരാദ്യോടെ നിൽക്കുക ചുമ്മാ കാണികളായിട്ട്. അങ്ങനെ നിൽക്കുമ്പോഴും അവർക്ക് ഒരു ദൗത്യമുണ്ട്. എന്ത് പറയുന്നു അത് ചെയ്യുക എന്നത് മാത്രമാണ് അവരുടെ ദൗത്യം, വേറൊന്നും അവർക്കില്ല. അപ്പോൾ എന്തും ചെയ്യാൻ സന്നദ്ധമായി നിൽക്കുന്ന ഒരു പരിചാരകനായി ഒരു ദൈവരാജ്യ വേലയ്ക്കിറങ്ങുന്ന വ്യക്തി മാറിയാൽ പിന്നെ അവൻ്റെ സന്നദ്ധതയുടെ മേൽ സ്വർഗം പ്രവർത്തിക്കുകയായി. അപ്പോൾ ഇവരെ ഈ പരിചാരകരെ നോക്കിയാണ് കർത്താവ് പറഞ്ഞത്, ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന്. ഈ പരിചാരകരോട് സ്വർഗം ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ അത് നിവൃത്തിയാക്കി മാറി നിൽക്കുമ്പോൾ
അവരുടെ കൺമുമ്പിൽ ആ വെള്ളം വീഞ്ഞാക്കപ്പെടുകയും അത് രുചിച്ചു നോക്കിയിട്ട് അവരെ കൊണ്ട് തന്നെ അതുകൊണ്ട് ഈ കലവറക്കാരൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട് തമ്പുരാൻ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങളുമൊക്കെ ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് സാക്ഷിയാകാൻ സ്വർഗം എന്നെ വിളിക്കുകയാണ്. ഞാനും നിങ്ങളും ഒരു കാര്യം മനസ്സിൽ എഴുതി വയ്ക്കണം. കർത്താവെ, എന്തും ചെയ്യാൻ ഒരു സന്നദ്ധതയോടെയാണ് ഞാനിവിടെ വന്ന് നിൽക്കുക. ആ പരിചാരകരെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചു. അവർ സാക്ഷികളായി മാറുകയാണ്. കണ്ണാലെ കണ്ടനുഭവിച്ച ഒരു ജീവിതം. അപ്പോൾ ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ സ്വർഗം തന്ന രണ്ടാമത്തെ ഒരു ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്ഭുതങ്ങൾ അനുഭവിക്കാനും അതിന് സാക്ഷിയാകാനും എനിക്കും നിങ്ങൾക്കും പറ്റുന്നു എന്നതാണ്. ഇനി മൂന്നാമത് ഒരനുഗ്രഹത്തെക്കുറിച്ച് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അനുസരിക്കാൻ സന്നദ്ധതയുള്ളവനായിരിക്കണം ദൈവരാജ്യ വേലയ്ക്ക് ഇറങ്ങുക. അനുസരണത്തിൻ്റെ മേൽ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ അവന് പറ്റും. അവൻ അനുസരിച്ചാൽ അപ്പോൾ തന്നെ അവൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനം അനുഭവിക്കാൻ പറ്റും. ഞാൻ ഓർക്കാറുണ്ട്, പല വ്യക്തികൾ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ ടീമായിട്ടാണ് പോവുക. ചിലപ്പോൾ ഒരാളെ മാത്രമായിരിക്കും ക്ലാസ് എടുക്കുക, ചിലപ്പോൾ 2 പേരായിരിക്കും. അപ്പോൾ ക്ലാസ് എടുക്കാൻ 2 പേർ ഒരുങ്ങി അങ്ങ് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർ പറയും ഇന്ന വ്യക്തി മാത്രം ക്ലാസ് എടുത്താൽ മതി, മറ്റേ വ്യക്തികൾ ഇപ്പോൾ ക്ലാസ് എടുക്കണ്ട. ഒരുപാട് കാര്യങ്ങൾ എഴുതിക്കുറിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി ധ്യാനത്തിന് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ വേണ്ട എന്ന് പറയുമ്പോൾ അതനുസരിക്കാൻ പറ്റിയാൽ മാത്രമേ സമാധാനവും സന്തോഷവും അവൻ്റെ ജീവിതത്തിൽ അവനുണ്ടാകൂ. അവൻ പിറുപിറുത്ത് മാറി നിന്നാൽ ദൈവാത്മാവ് അവനെ തൊടുകയില്ല. അവൻ്റെ ജീവിത ശുശ്രൂഷ മേഖല അവനിട്ട് വളരുകയുമില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് പല ധ്യാന കേന്ദ്രങ്ങളിലും പല ടീമുകളിലും പല ശുശ്രൂഷകളിലും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അനുസരിക്കാൻ പറ്റാതെ മനസ്സ് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിന് കീഴടങ്ങാൻ പറ്റാതെ വരുമ്പോൾ ഒരു ശുശ്രൂഷകൻ്റെ ജീവിതത്തിൽ ദൈവാത്മാവിൻ്റെ കൃപ നഷ്ടപ്പെടുകയാണ്. എന്നാൽ അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സമാധാനവും സന്തോഷവും തരും. അതനുഭവിക്കാൻ നമുക്ക് പറ്റും. അവിടെ ദൈവത്തെ സേവിക്കുന്നത്, ദൈവരാജ്യ വേല എന്ന് പറയുന്നത് ഒരാരാധനയായി മാറുകയാണ്. ദൈവരാജ്യ വേല ആരാധനയായി മാറുന്നതിനെക്കുറിച്ച് പത്രോസ് ലീഗായുടെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 10-11 വചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിൻ്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥ നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിന് ലഭിച്ച ശക്തി കൊണ്ടെന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിന്റെ മഹത്വപ്പെടട്ടെ. മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളവനാണ്. കർത്താവ് പറഞ്ഞത് അനുസരിക്കുന്ന ഒരു വ്യക്തിയായി ഞാനും നിങ്ങളും മാറിയാൽ എൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ട്, സന്തോഷം അനുഭവിക്കാൻ എനിക്ക് പറ്റും. അതാണ് 3-ാമത്തെ ഗിഫ്റ്റ് എന്ന് പറയുക. 4-ാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്, ഈ ദൈവരാജ്യ വേലയ്ക്കിറങ്ങുമ്പോൾ കർത്താവിനെ പോലെ ആകാൻ ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ദൈവരാജ്യ വേല എന്ന് പറയുമ്പോൾ വചനപ്രഘോഷണം മാത്രമല്ല, ചിലപ്പോൾ ഒരുപക്ഷെ ഒരു വ്യക്തിയെ സഹായിക്കുന്നതാവാം, ഒരു വ്യക്തിക്ക് പ്രത്യേകമായ അനുഗ്രഹങ്ങൾ നമ്മൾ മേടിച്ചു കൊടുക്കാൻ മധ്യസ്ഥപ്രാർത്ഥന നടത്തുന്നതാവാം, അല്ലെങ്കിൽ ഒരു രോഗിയെ കുളിപ്പിക്കുന്നതാവാം, ഒരു രോഗിക്ക് വേണ്ടി മരുന്ന് മേടിച്ചു കൊടുക്കുന്ന, ഇതെല്ലാം ദൈവത്തിൻ്റെ കർത്താവിനെ പ്രതി ചെയ്ത ദൈവരാജ്യ വേല തന്നെയാണ്. അപ്പോൾ ഈശോ പറയുകയാണ്, കർത്താവിനെ പോലെ ആയിത്തീരുവാൻ ദൈവരാജ്യ വേലയ്ക്കിറങ്ങുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് കൃപ കൊടുക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മൾ കാണും, ഈശോ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ട ക്വസ്റ്റ്യനുകൾ നേരത്തെ നമുക്ക് തരുന്ന ഭാഗമാണ്. നമ്മളെല്ലാം പല ആവർത്തി വായിച്ച് കേട്ടിട്ടുണ്ട്. കാരാഗ്രഹത്തിലായിരുന്നു ഞാൻ, നീ എന്നെ സന്ദർശിച്ചോ? ഞാൻ രോഗിയായിരുന്നു, നീ എൻ്റെ അടുത്ത് വന്നോ? കർത്താവ് കുറേ അധികം ചോദ്യങ്ങൾ അവസാന വിധിയിൽ കർത്താവ് പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങൾ 25-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. കർത്താവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കാൻ യോഗ്യത ആർക്ക് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പല ആവർത്തി കേട്ടിട്ടുള്ള കാര്യമാണ് തമ്പുരാൻ പറഞ്ഞു വയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഈ ഏറ്റവും എളിയ സഹോദരന്മാരൊരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അതായത് ഈശോയെപ്പോലെ ആകാൻ ഈശോ വിളിക്കുകയാണ് നമ്മളെ.
ഈശോ ചെയ്തതൊക്കെ ചെയ്യാൻ ഈശോ നമ്മളെ സഹായിക്കുന്ന സമയമാണ്. ചെറുതെന്നോ വലുതെന്നോ നോക്കാതെ ഈശോ ഏൽപ്പിക്കുന്നതൊക്കെ ചെയ്യാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ എൻ്റെ ജീവിതം മറ്റുള്ളവരിലേക്ക്, അവർക്ക് എന്ത് നന്മ, എന്താവശ്യമാണ്, അവരിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയാൽ ഞാൻ മറ്റൊരു ക്രിസ്തുവായി മാറുകയാണ്. ഫ്രാൻസിസ് അസീസിയുടെ തെരുവുകളിൽ ചാക്കുടുത്ത് ഇങ്ങനെ യാത്ര ചെയ്ത് കർത്താവിൻ്റെ വചനം പറഞ്ഞ് യാത്ര ചെയ്തപ്പോൾ അവനെ നോക്കി അനേകർ പറഞ്ഞു, ഇതാ രണ്ടാം ക്രിസ്തു എന്ന് വിശേഷിപ്പിക്കുമാറ് അസീസി പുണ്യവാൻ്റെ ജീവിതം മറ്റുള്ളവരിലേക്ക് ഫോക്കസ് ചെയ്തിരുന്നതായിരുന്നു. അപ്പോൾ ഒരു ശുശ്രൂഷകൻ അല്ലെങ്കിൽ ദൈവരാജ്യ വേലയ്ക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി മറ്റുള്ളവരിലേക്ക് ഫോക്കസ് ചെയ്ത് നന്മ ചെയ്യേണ്ടത് എവിടെയെന്ന് ചിന്തിക്കുമ്പോഴാണ് അനുഗ്രഹം ഉണ്ടാവുക. ഇനി അഞ്ചാമത്തെ ഒരനുഗ്രഹം എന്ന് പറയുക, കർത്താവിനെ അനുഗമിക്കാൻ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു കൃപ ദൈവം എനിക്ക് തരും. എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിനെ അനുഗമിക്കാൻ, ഞാൻ അനുഗമിക്കുന്ന ആ കർത്താവിനെ മറ്റുള്ളവരെ അനുഗമിക്കാനായിട്ട് തിരിച്ചു കൂട്ടിക്കൊണ്ട് വരാൻ ഒരു കൃപ ദൈവം എനിക്ക് തരികയാണ്. അതാണ് ഹെബ്രായർക്കുള്ള ലേഖനം 10-ാം അധ്യായം 24-25 വചനങ്ങളിൽ നമ്മൾ കാണുന്നത്. സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം. ചില സാധാരണയായി ചെയ്യാറുള്ളതുപോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. മറ്റുള്ളവരെ കൂടി ഉത്തേജിപ്പിക്കുന്ന ദൈവരാജ്യ വേലയ്ക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഒരു സാധാരണ കുടുംബിനിയായ സ്ത്രീ സംസാരിക്കുകയാണ്. ഞങ്ങളുടെ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് സ്വീകരിക്കുന്നവരൊക്കെ പ്രാർത്ഥനയില്ലാത്തവരാണല്ലോ സിസ്റ്ററെ, അവരെയെല്ലാം എങ്ങനെ കൂട്ടിക്കൊണ്ട് വരാനാ? പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ അവരൊന്നും കേൾക്കില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യണം? ആ മകളുടെ വേദന ഞാൻ ഓർക്കുകയാണ്. മറ്റുള്ളവരെ ഈശോയിലേക്ക് അടുപ്പിക്കാൻ മാക്സിമം ചെയ്യുകയാണ്. വലിയ വലിയ ബിസിനസ്സുകൾ നടത്തുന്ന വ്യക്തികളോട് നിങ്ങൾ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല, പിണങ്ങുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ എങ്ങനെ അവരെ തിരിച്ചു കൊണ്ടുവരും? ഒരു കുടുംബിനി, 31 വയസ്സുള്ള ഒരു കുടുംബിനി ഇരുന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. മറ്റുള്ളവരെ കർത്താവിലെ അനുഗമിക്കാൻ പ്രേരിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും ഒരു കടമയുണ്ട്. അത് ശുശ്രൂഷയിലേക്ക് ഇറങ്ങുമ്പോൾ കർത്താവ് ഉള്ളിൽ വെച്ച് തരുന്നൊരു തീയാണ്. ആ തീയില്ലാതെ ആരെങ്കിലും ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയാൽ ആ ശുശ്രൂഷ ഒരിക്കലും വിജയിക്കില്ല. സ്വന്തം മഹത്വം മാത്രം അവൻ്റെ മുമ്പിൽ നിന്നാൽ ആ തീ അവൻ്റെ ഉള്ളിലില്ല എന്ന് വ്യക്തം. എവിടെയാണോ കർത്താവിനെ അറിയാത്ത മക്കളുള്ളത് അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കാനും കരയാനും പ്രാർത്ഥിക്കാനും ഒരു ദൈവരാജ്യ വേലയ്ക്കിറങ്ങുന്ന മനുഷ്യൻ്റെ മനസ്സ് സന്നദ്ധമല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ദൈവരാജ്യ വേല ഒരിക്കലും കതിരണിയില്ല, ഫലമണിയില്ല എന്ന് സ്വർഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ദൈവരാജ്യ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ കർത്താവ് നമുക്ക് തരുന്ന അടുത്ത ഒരു അനുഗ്രഹം എന്ന് പറയുക, എൻ്റെ വിശ്വാസം ഉത്തരോത്തരം അടിക്കടി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, ഈശോ പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ബൈബിള് അന്നോളം വായിച്ച ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ, ശുശ്രൂഷ മേഖലകളിൽ ഒപ്പം നിൽക്കുന്ന ഒരു തമ്പുരാനെ കാണുമ്പോൾ തിരിച്ചറിയുകയാണ്, എൻ്റെ വിശ്വാസം വർദ്ധിക്കുകയാണ്. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തമ്പുരാനെ ഞാൻ കാണുകയാണ്, ഞാൻ അറിയുകയാണ്, ഞാൻ ആ വിശ്വാസത്തിൽ ആഴപ്പെടുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിൽ കർത്താവ് കൂടെ നിന്ന് ഇടപെടുന്ന ഒത്തിരി ജീവിതങ്ങളെ നമുക്ക് കാണാൻ പറ്റും. കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്ന് കരയുമ്പോൾ ഈശോ ജീവിതങ്ങളെ തൊട്ട് അനുഗ്രഹിക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. മുന്നോട്ടുള്ള ശുശ്രൂഷയിൽ നമുക്കൊരു വലിയ ശക്തി തരികയാണ്. ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു കുടുംബത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലാൻ ആവശ്യപ്പെടുകയാണ്. ആ കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ അറിയുന്നത് അവിടെയുള്ള ആളുടെ 2 കണ്ണുകളും അടഞ്ഞുപോയി എന്നതാണ്. ഈ അടഞ്ഞുപോയ കണ്ണിനെ പ്രാർത്ഥിച്ച് തുറക്കണം. അതിനാണ് ഈ വീട്ടുകാർ അങ്ങോട്ടേക്ക് കൊണ്ടുചെല്ലുക. ശാസ്ത്രം ഉപേക്ഷിച്ച, ഡോക്ടർമാരെ ഉപേക്ഷിച്ചിരിക്കുന്ന ഈ ജീവിതത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ അത് തുറക്കാൻ ആർക്ക് പറ്റും? നമുക്കാർക്കും പറ്റില്ല. എനിക്കും ഉറപ്പാണ്. ഡോക്ടർമാർ കൈയൊഴിഞ്ഞ കേസ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരത്ഭുതവും ഞാൻ കണ്ടില്ല. കണ്ണുകളൊന്നും തുറന്ന് ഞാൻ കണ്ടില്ല. കണ്ണുകൾ 2ഉം അടഞ്ഞു പോയ ആ സ്ത്രീ വളരെ ഡിപ്രഷനിൽ, സങ്കടത്തിൽ, വേദനയിൽ നിൽക്കുന്നു. പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന കുടുംബാംഗങ്ങൾ ഇപ്പോൾ ഒരു അത്ഭുതം ചെയ്യുമെന്ന് വിചാരിച്ച്
ഒന്നും സംഭവിച്ചില്ല. അവിടെ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ സങ്കടം വരാതിരിക്കാൻ ആ അമ്മച്ചിയുടെ 2 കവിളിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങി ഞാൻ തിരിച്ചു പോന്നു. പിന്നീട് ആ വീട്ടിലേക്ക് ഒരു ഫോൺ വിളിക്കാനോ അവരുടെ ഫോൺ എടുക്കാനോ ഞാൻ തയ്യാറായില്ല. എൻ്റെ വിശ്വാസം കുറവായിരുന്നു. അവിടെ ഈശോ ഇടപെടുമ്പോൾ എങ്ങനെ ഇടപെടാനാ പ്രിയപ്പെട്ടവരെ? എന്നാൽ തമ്പുരാൻ അവിടെ എനിക്ക് വേണ്ടി നിന്നെങ്കിൽ 2 ആഴ്ചകൾക്ക് ശേഷം ഞാൻ മറ്റൊരു പള്ളിയിൽ ചെന്നപ്പോൾ ഈ കുടുംബം കടന്നു വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഓർമ്മയുണ്ടോ സിസ്റ്ററെ, എൻ്റെ അമ്മച്ചിയുടെ കണ്ണുകൾ പിറ്റേന്ന് രാവിലെ തൊട്ട് തുറന്നിരിക്കുകയാണ്. അത്ഭുതങ്ങളെന്ന് പറഞ്ഞാൽ മതിയാകാത്ത അത്ഭുതം. ഇന്നും എൻ്റെ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ പറ്റാത്തൊരത്ഭുതമാണ് ഈശോ ചെയ്തു വെച്ചത്. ഞാൻ തിരിച്ചറിയുകയാണ്, കർത്താവിന് വേണ്ടി ഞാനും നിങ്ങളുമൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തമ്പുരാൻ ഇറങ്ങി നിൽക്കും. എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. ഇന്ന് എനിക്കറിയാം, ഈശോ കൂട്ടിക്കൊണ്ടു പോകുന്നിടത്ത് ഈശോ തന്നെ വേണ്ടതൊക്കെ ചെയ്യുമെന്ന് തമ്പുരാൻ പഠിപ്പിക്കുകയാണ്. അതാണ് തമ്പുരാൻ നമുക്ക് തരുന്ന വലിയൊരു അനുഗ്രഹം. വിശ്വാസം അടിക്കടി വളരാൻ തുടങ്ങും നമ്മുടെ ജീവിതത്തിൽ. കർത്താവ് നമ്മുടെ ഒപ്പമുണ്ടെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റുകയാണ്. മറ്റൊരു അനുഗ്രഹമെന്ന് പറയുക, കർത്താവിൻ്റെ സാന്നിധ്യം ജീവിതത്തിൻ്റെ പുതിയ പുതിയ വഴികളിൽ കണ്ടെത്താനും അനുഭവിക്കാനും പറ്റും. കുർബാനയിൽ ഇറങ്ങി വന്ന ജീവിക്കുന്ന തമ്പുരാനെ എൻ്റെ ജീവിതത്തിൻ്റെ സ്കൂളുകളിലാകാം, കോളേജിലായിരിക്കാം, ഞാൻ ജോലി ചെയ്യുന്നിടത്താകാം, അവിടെയൊക്കെ സാന്നിധ്യം വ്യത്യസ്ത മേഖലകളിൽ അനുഭവിക്കാൻ നമുക്ക് പറ്റുകയാണ്. ഇന്നലെയോളം മൂശാട്ടയോടെ നിന്ന കുട്ടികൾ ഇന്ന് അവർ കർത്താവിനെ അറിഞ്ഞതുപോലെ ശാന്തമാകുമ്പോൾ നമ്മൾ കാണുകയാണ്, കർത്താവ് ഇവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞു. പുതിയ പുതിയ വഴികളിൽ ദൈവത്തിൻ്റെ കരം സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. ദൈവരാജ്യ വേലയ്ക്കിറങ്ങുമ്പോൾ ഒരു വ്യക്തിക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് കർത്താവിൻ്റെ സാന്നിധ്യം പുതിയ പുതിയ വഴികളിൽ, കുർബാനയിലെ സാന്നിധ്യം ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ തിരിച്ചറിയാൻ പറ്റുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഏറ്റവും അവസാനത്തെ അനുഗ്രഹമാണ് എൻ്റെ ആത്മാവിൻ്റെ നന്മ എന്ന് പറയുക. ഞാനും നിങ്ങളുമൊക്കെ പുറമെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു. ആത്മാവിൻ്റെ നന്മ എൻ്റെ ജീവിതത്തിലേക്ക് ഈശോ തരും. എൻ്റെ ആത്മാവിൽ എനിക്ക് ഒന്നുമില്ല, ട്യൂൺ ചെയ്യാത്ത വ്യക്തിയാണ്, പ്രാർത്ഥിക്കാൻ അറിയില്ല. അവിടെയും ദൈവം കർത്താവ് തന്നെ എന്നെ ട്യൂൺ ചെയ്യാൻ തുടങ്ങും. പരിശുദ്ധാത്മ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിപ്പിക്കാൻ തുടങ്ങും. ആത്മാവിൻ്റെ സ്വരം കേൾക്കാൻ തുടങ്ങും. എൻ്റെ ആത്മാവിൽ പാപക്കറകൾ വീഴുമ്പോൾ മനസ്സാക്ഷിയോട് തമ്പുരാൻ സംസാരിക്കാൻ തുടങ്ങും. എന്നെ ശുദ്ധീകരിക്കാൻ തുടങ്ങും. എന്നെ നന്മയുള്ളതാക്കി മാറ്റും. കർത്താവ് നമ്മുടെ ജീവിതത്തെ ഉപകരണമാക്കി മാറ്റും. ദൈവരാജ്യ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കൾ തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇത്രയും വരങ്ങൾ സ്വർഗം നമുക്ക് തരും. ദാവീദ് ചെറിയവനായിരുന്നെങ്കിൽ, മനുഷ്യദൃഷ്ടികൾ ചെറിയവനായതുകൊണ്ട് അവനെ മാറ്റി നിർത്തിയ അപ്പൻ, എന്നാൽ സ്വർഗം അവനെ വലിയവനാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൻ്റെ കൊച്ചു വഴികളിൽ എക്സ്ട്രാ കർത്താവിന് വേണ്ടി കുറച്ച് ചെയ്യാൻ സ്വർഗം എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ ഈ 8 അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് തമ്പുരാൻ ചേർത്ത് വയ്ക്കും. അത് ഈശോ എനിക്ക് തരട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിനക്ക് വേണ്ടി ഏറെയേറെ അധ്വാനിക്കാൻ, ദൈവരാജ്യ വേലയിൽ ഓരോ നിമിഷവും വ്യാപരിക്കാൻ, ആത്മാവിൻ്റെ നന്മയിൽ തളർത്ത് മറ്റുള്ളവരെ അങ്ങയിലേക്ക് അടുപ്പിച്ച് മറ്റുള്ളവരിലേക്ക് ഫോക്കസ് ചെയ്ത് നിൻ്റെ സ്നേഹം പങ്കുവയ്ക്കാൻ തമ്പുരാനെ നീ എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവെ, നീ തന്നെ അതിന് ഞങ്ങളെ ട്യൂൺ ചെയ്തെടുക്കുക. കർത്താവെ, ഞങ്ങളെ ഒരുക്കിയെടുക്കുക. കർത്താവെ, ഞങ്ങൾക്കൊന്നും അറിയത്തില്ലാത്തവരാ. ദൈവരാജ്യ വേലയിൽ അവിടുന്ന് ഞങ്ങളോടൊപ്പം വ്യാപരിക്കണമേ. ആത്മീയ വരങ്ങളാൽ ഞങ്ങളെ അലങ്കരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.